ഇപ്പൊ UK സാറുമാർക്ക് ഒരു 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ പോയത്. ആ പോകുന്നതിന് മുന്നേ അവരിവിടെ വരയ്ക്കുമായിരുന്നു. UK ചെന്ന ടൈമില് നമ്മുടെ റെന്റ് എടുത്ത് വീടാണല്ലോ. അപ്പം അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു വരയ്ക്കരുത്, നമ്മുടെ സ്വന്തം വീടല്ല, വരച്ചു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അവർ വരയ്ക്കില്ല. അതിനുവേണ്ടി തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് വന്ന് ലാൻഡ് ചെയ്ത് വീട്ടിലിറങ്ങിയത് ആദ്യം അവർ ഓടി വന്ന് പെൻസിലെടുത്ത് ഫുള്ള് വരച്ചു വെച്ചു. ഞങ്ങളുടെ സ്വന്തം വീട്, ഇവിടെ ഞങ്ങളെ ആരും ഇറക്കി വിടത്തില്ല, വരച്ചു വെച്ചായിരുന്നു പറഞ്ഞു. മൂത്തയാളുടെ പേര് സേറ തെരേസ സച്ചിൻ, 6 വയസ്സ്. ഞങ്ങൾ സാറമ്മന്ന് വിളിക്കും. പിന്നെ രണ്ടാമത്തെ ആള് സെറീന മതി സച്ചിൻ, കുഞ്ഞിന്ന് വിളിക്കും, 5 വയസ്സ്. മൂന്നാമത്തെ ആള് ജോഷ് സച്ചിൻ ചെറുപ്പൻ, ജോക്കുട്ടൻ എന്ന് വിളിക്കും, 2 കാല്. പിന്നെ ഉള്ളത് എസക്കുട്ടി, എസക്കുട്ടിക്ക് 6 മാസം, എസ്ര മറിയ സച്ചിൻ. ഞങ്ങള് പൊന്നൂന്ന് വിളിക്കും. എസ്ര എന്നാണ് ശരിക്കുള്ള പേര്, എസക്കുട്ടി എന്ന് വിളിക്കും, പൊന്നൂന്ന് വിളിക്കും, മറിയം അതാണ് ബാപ്റ്റിസം ഇട്ടേക്കുന്നത്. പിന്നെ ജോക്കുട്ടൻ ജോഷ്, സെറീനനെ സെർണ എന്ന് വിളിക്കും, കുഞ്ഞീന്ന് വിളിക്കും. പിന്നെ സേറ സാറമോള്. ഞങ്ങൾ സാറമോൾക്ക് വേണ്ടി മേടിച്ച തൊട്ടിലാണ്. അത് സെർണ യൂസ് ചെയ്തു, ജോക്കുട്ടൻ യൂസ് ചെയ്തു. പോവാണ് എനിക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കുദാശയായ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ, അവർണ്ണനീയമായ അങ്ങേ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മൗലിക ശരീരത്തിലെ അംഗമായി തീരാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
മാമോദിസയും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും നൽകിക്കൊണ്ട് ഈ ശിശുവിനെ മറിയത്തെ ദൈവത്തിൻ്റെ പുത്രിയാക്കി മാറ്റിയ ആ വലിയ ചടങ്ങിലേക്കാണ്, വിശുദ്ധ കർമ്മത്തിലേക്കാണ് നമ്മളെല്ലാവരും പ്രവേശിക്കുക. ഇവിടെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം സ്വസ്ഥമായിട്ട് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാം. പലവിധ പ്രവർത്തിയിലും വർത്തമാനത്തിലൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ നിമിഷങ്ങൾ. അതെല്ലാം മാറ്റി വെച്ച് ഏകാഗ്രതമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏകാഗ്രതമായിട്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈ കുഞ്ഞിനെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടെ ഇന്നത്തെ ഈ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ദർശനിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൗത്തത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാഹനത്തിൽ വീഴാൻ ഇടയാകണമേ, ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാട്ടരുവേ തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജലിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടരുവേ തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവുമ്പകൽ ഞാൻ കണ്ണുനീര് കുടിക്കുന്നു, ഞാനപ്പോൾ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ആത്മാവെ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു.
പകൽ ദൈവം തൻ്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാൻ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ശിശുവിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസി കൂദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടൊപ്പം ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏറ്റുപറയണം. ഏറ്റുപറയാൻ ചോദ്യത്തിന് ഉത്തരം പറയുക. ആഗ്രഹിക്കുന്നു, ഉപേക്ഷിക്കുന്നു, സ്വീകരിക്കുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം മുദ്രിതയായിരിക്കുന്നു. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:26 മുതലുള്ള വാക്യങ്ങൾ കർത്താവേ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്.
താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ മൗനമായി നിന്ന് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കുകയും സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാവുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. മാമോദിസ കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരരെ, ഇന്ന് ഈ ദിവ്യവൈദ്യരിൻ്റെ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഈശോ മിശിഹായുടെ മാമോദീസയുടെ സമയത്ത് സംഭവിച്ച കാര്യമാണ്. ഈശോ മാമോദീസ സ്വീകരിക്കുവാനായിട്ട് ഗലീലയിൽ ജോർദാൻ നദിയുടെ അടുത്തെത്തിയപ്പോൾ സ്നാപകയോഹന്നാൻ അവനോട് പറയുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ നിന്നിൽ നിന്നാണ് മാമോദീസ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരിക എന്നും. ഈശോ പറഞ്ഞു, സർവ്വനീതിയും പൂർത്തിയാകേണ്ടത് ഉചിതമാണ്. എല്ലാം അതിൻ്റെ നിയമപ്രകാരം നടക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. അതുകൊണ്ട് നീ ഇപ്പോൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപകയോഹന്നാനെ അവനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്ന ആ ഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. നമുക്കറിയാം, ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വലിയ ഒരു മനസ്സും അതിനു വേണ്ടിയിട്ടുള്ള ആർജവും ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹം നീ എപ്പോഴും നൽകുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാനായിട്ട് നമ്മെ തെന്നിരിക്കണം. രണ്ടാമതായിട്ട് അവിടെ കാണുന്നത് ദൈവാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു എന്നാണ്. അതായത് ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ 2-3 ആഴ്ച മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമന ദിവസത്തിൽ നമ്മൾ വിചിന്തനം ചെയ്തതാണ്. നമുക്കറിയാം, പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിച്ചപ്പോൾ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവരുടെ എല്ലാവരുടെയും മേലെ ഇറങ്ങി വന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവർ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുദിന ജീവിതത്തിൽ ദൈവോന്മുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും നൽകി ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രയത്നിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആ വിധത്തിൽ ഈ ദൈവകുഞ്ഞിൻ്റെ ജീവിതത്തിൽ, അതുപോലെ അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു സ്വരം കേട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ഈ സ്വരം? ഈ സ്വരം എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വരം. അവിടെ എങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഈ കുഞ്ഞ് നല്ല കുഞ്ഞാണ്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നന്നായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, നന്നായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞിനെ കുറിച്ച് കേൾക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ദൈവോന്മുഖമായിട്ട് ദൈവവിശ്വാസത്തിൽ വളർത്തുവാനുള്ള വലിയ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം
അത് ഏറ്റവും കൂടുതൽ ഉള്ളത് മാതാപിതാക്കൾക്ക് എന്ന പോലെ തന്നെ ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും ഉണ്ട് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമ്മൾ ഓർത്തിരിക്കുക നല്ലതാണ്. അപ്പോൾ കുഞ്ഞിനെ കുറിച്ച് ഉള്ള ഈ ശബ്ദങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കേൾക്കുവാനിടയാകട്ടെ. അത് നല്ല ശബ്ദങ്ങളായിരിക്കട്ടെ, നല്ല സ്വരങ്ങളായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് അവരെ ദൈവവിശ്വാസത്തിൽ ദൈവോന്മുഖമായിട്ട് വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. അപ്പോൾ ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഒരു വലിയ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കുറവ് നികത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധ കൂദാശയായ മാമോദീസയിലെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും വലിയ ഒരു റോള് വഹിക്കാനുണ്ടെന്നുള്ള കാര്യം ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ മറിയത്തെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ഈശോയുടെ അമ്മയുടെ പേര് തന്നെയാണ് കുഞ്ഞിന് ലഭിച്ചിരിക്കുന്നത്. ആ പേരിന് അർഹമായ വിധത്തിൽ ദൈവിക പുണ്യങ്ങളാൽ വളരാൻ വേണ്ടിയിട്ട് മാതാവിലുണ്ടായിരുന്ന എളിമ, സൗമ്യത, അതുപോലെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച അമ്മയെപ്പോലെ ഈ കുഞ്ഞും വളർന്നു വരുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും പ്രത്യേകിച്ച് കുഞ്ഞും മറിയത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ബാക്കി പ്രാർത്ഥനകളിലേക്ക് കടക്കും. എന്ത് വിളിച്ചത് കർത്താവെ, മാമോദീസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രിയാകുവാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവെ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവെ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് അങ്ങയുടെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിന് ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയാകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപ എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയന്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങൾ കൈവപ്പിനായി തലപ്പിനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തി വിശ്വാസ പ്രമാണം ചൊല്ലാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുവങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനായി ജനിച്ചവനും
എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളാൽ തിരഞ്ഞെടുപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവസ്തുവും സ്നേഹവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി മാമോദീസായും ശരീരത്തിലേക്കും വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റുകൊള്ളുകയും ചെയ്യുന്നു. ആമേൻ. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ഈ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്ലേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, സ്നേഹസമ്പന്ന കൃപാനിത്യമായ ഞങ്ങളുടെ പിതാവേ, വിധാനത്തിൻ്റെ വാഗ്ദാന പാപത്തിൽ നിന്നുള്ള മോചനവും ഞങ്ങൾക്ക് നൽകുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ അയച്ചുകൊണ്ട് ലോകത്തെ അങ്ങ് സ്നേഹിച്ചുവല്ലോ. പ്രപിതാക്കന്മാർക്ക് അങ്ങ് നൽകിയ അഭിഷേക തൈലം ജീവൻ്റെ അടയാളവും ലക്ഷണവുമാണല്ലോ. സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ വിഴാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രതീകമായ മാമോദീസായുടെ പരികർമ്മത്തിനായി ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഈ തൈലം പവിത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവൻ്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗസൗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചകമായ മാമോദീസായിൽ അമർത്യതയുടെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ പവിത്രീകരിക്കപ്പെട്ട ഈ ജലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട്
അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനവും നൽകി ആത്മീയ ജന്മം നൽകുന്ന ഈ പുതിയ ഉദരത്തിൽ ആയിത്തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. ഓരോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പറയുമ്പോൾ എല്ലാവരും ആമേൻ പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയം മാമോദീസ മുക്കപ്പെടുന്നു. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മുകളിലേക്ക് വരാം. കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ശാലയിൽ പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യർ എന്ന പോലെ ഈ ദാസിക്ക് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇവിടെ ശക്തിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവിടെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരുവിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ ശിശുവിനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൾ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവൾ ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യമനുഭവിക്കുവാൻ ഇവളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരെ പൂർണ്ണയാൽ കാർമികൻ ഈ ദാസിയെ മുദ്രിതയാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലേഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ്
ഈ ദിവ്യദാനം അങ്ങയുടെ ഈ ദാസിക്ക് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസായിലൂടെ പുതുജന്മവും മിശിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവിതത്തിനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. ആബാ പിതാവേ എന്നങ്ങയെ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ കുഞ്ഞു പൈതലിന് നൽകണമേ. കൈവയ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസന്മനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച മറിയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി മറിയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവൻ്റെ കിരീടം അണിയിക്കപ്പെടുന്നു. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ തിരുശരീര രക്തത്താൽ ഈ ശിശുവിന് അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ.
പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസിയിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകളുടെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കി തീർക്കുന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ യോസേഫിന്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലേഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും മറ്റ് സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥനായ മാർ ഗീവർഗീസ് സഹദായുടെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിൻ്റെ നാമത്തിന് കാരണഭൂതയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിത മാതൃക ഇവൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗസൗഭാഗ്യത്തിന് അവകാശിനിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുകർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. Fields are made to run. Stars are made for counting and for wishes coming true. Sleep is made for dreaming, and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand.
ആയോ എന്നൊരു സംശയത്തിലിരിക്കുന്ന ഒരു മൊമെന്റ്. ആ ഒരു മൊമെന്റിൽ സെക്ഷൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം, ഒന്ന് കൺഫേം ചെയ്യാം എന്ന്. അങ്ങനെ റിയ സച്ചിനും ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു, യെസ് റിയ പ്രഗ്നന്റ് ആണ്, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഡോക്ടർ പറയേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആ ഒരു കണ്ടീഷനെ പറ്റിയാണ്, ഹെൽത്ത് കണ്ടീഷനെ പറ്റിയാണ്. പക്ഷേ നെക്സ്റ്റ് ഡയലോഗ് ഡോക്ടർ പറഞ്ഞത്, റിയ ആൻഡ് സച്ചിൻ, ഈ കുട്ടി, ഈ ഒരു ബേബി സത്യത്തിൽ ശരിക്കും ദൈവം തന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് എന്നാണ്. ഇത് ഞാൻ പറയുന്നത് മറ്റാരെയും പറ്റിയല്ല, ഇതിൻ്റെ റിയൽ സ്റ്റാർ നമ്മുടെ മറിയത്തിനെ പറ്റിയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ഒരു ബിലീഫുണ്ട്, ക്രിസ്തുവിൻ്റെ പകലെ ജീസസ് ക്രൈസ്റ്റുമായിട്ട് അടുക്കാനുള്ള 7 സ്റ്റെപ്സ് എന്ന് പറയുന്നത് 7 കൂടാശകളാണ്. അതിൽ ആദ്യത്തെ കടമ്പ കഴിഞ്ഞിട്ട് എപ്പോൾ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്ന ആറ്റിറ്റ്യൂഡിൽ വളരെ കൂളായിട്ട് കാമായിട്ട് റിയ എത്തിയിട്ടുണ്ട്. റിയയോടൊപ്പം റിയയുടെ കയ്യിൽ മറിയം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് നല്ലൊരു ഗ്രാൻഡ് എൻട്രിയാണ് കൊടുക്കാൻ പോകുന്നത്. നല്ലൊരു കൈയോട് കൂടി കയ്യിലേക്ക് എത്ര പോകണല്ലോ, തണുത്ത മാനമണിക്ക് പറയണല്ലോ. യെസ്, ladies and gentlemen, hands together, let's welcome our sweet little princess Maria. നല്ലൊരു ക്ലാപ്പോട് കൂടി. അപ്പോൾ സച്ചിൻ കൺഗ്രാറ്റ്സ്. കൗതുകം ലേശം കൂടുതലാണ്, അതുകൊണ്ട് ചോദിക്കുന്നു, തല്ലണ്ട, പേടിപ്പിച്ചിട്ടാൽ മതി, പിന്നെ ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു 5 സ്റ്റാർ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്താണ് സച്ചിൻ? ഇപ്പോൾ 4 സ്റ്റാർ ആയിരിക്കുകയാണ്, ഉടനെ തന്നെ ഒരു 5 സ്റ്റാർ ഉണ്ടാകുമോ എന്നാണ് ഞങ്ങളുടെ സച്ചിൻ. എന്തോ കുറച്ച് തിരക്കാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. യെസ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവരാണ് എന്നൊക്കെ പറയുന്ന പോലെ ഞാനല്ല ഇവിടുത്തെ ഇന്നത്തെ ആങ്കർ. എനിക്കും ഒരു മെയിൻ ആങ്കറുണ്ട്, എനിക്കൊരു ഹെഡുണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന്. യെസ്, ഇനി ഞാൻ ഒരു കൊച്ചു ലിറ്റിൽ സ്റ്റാറിന്റെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കുകയാണ്. സേറ ആയിരിക്കും ഇനി ബാക്കി പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. സോ നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് സേറയ്ക്ക് ഒരു എൻകറേജ്മെന്റ് ആണോ? സേറ ദിവസങ്ങളായി ഇതിനു വേണ്ടി സേറ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നടക്കുകയാണ്. സോ നല്ലൊരു പ്ലാൻ സേറയ്ക്ക്. യെസ്, ഗോഡ് പേരൻസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സെറമണി സ്റ്റാർട്ട് ചെയ്യണം അല്ലേ സച്ചിൻ അറിയാം? യെസ്, തുടങ്ങണം. ആരംഭിക്കലാമെന്ന് ചോദിക്കുന്നത് ആരംഭിക്കണം. അതിന് ഫസ്റ്റ് ആരംഭം നന്നായതാണ് എല്ലാം നന്നാവുള്ളൂ. സോ ഈ ഒരു ബിഗിനിങ് ബ്ലെസ്സിങ്ങോട് കൂടി നമുക്ക് ക്യാൻഡിൽ തെളിയിച്ച് തന്നെ തുടങ്ങണം. അതിനുവേണ്ടി ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ സച്ചിൻ്റെയും അതുപോലെ തന്നെ റിയയുടെയും പേരൻസ്, അതായത് മറിയത്തിൻ്റെ ഗ്രാൻഡ് പേരൻസ് ജോഷി ചമ്പത്തിയങ്കിൾ ആൻഡ് ഷിജി ജോഷി, രണ്ടുപേർക്ക് നല്ലൊരു ക്ലാപ്പോട് കൂടി ജോഷി അങ്കിളിനെയും ഷിജാനെയും സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. വെൽക്കം ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റേജിൽ ജോയിൻ ചെയ്യാം. അച്ഛാമ്മ ഫാമിലി എല്ലാം വരും.
പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചോദിച്ചു കേക്ക് കട്ട് ചെയ്യുന്നത് റിയൽ സച്ചിനല്ലേ ചോദിച്ചു പറഞ്ഞു അല്ല, ഞങ്ങളല്ല കേക്ക് കട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്ത് നല്ല കാര്യം നടന്നാലും അതിൽ ഒരുപാട് എക്സൈറ്റ്മെന്റും ഒരുപാട് സന്തോഷമുള്ളത് അത് ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനും ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനുമാണ്. സോ ഈ ഒരു സന്തോഷവും അവർ തന്നെയാണ് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസും എല്ലാം ചേർത്ത് ഇപ്പോൾ മറിയത്തിൻ്റെ ആ ബാപ്റ്റിസം സെറമണി ആ ഒരു സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു പ്ലാൻ ഈ സമയം. Trees are made for climbing, days are made for sun, puddles are for jumping, fields are made to run, stars are made for counting and for wishes coming true. Sleep is made for dreaming, and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand.
jumping, fields are made to run, stars are made for counting, and for wishes coming true. Sleep is made for dreaming, and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold.
jumping, fields are made to run, stars are made for counting, and for wishes coming true. Sleep is made for dreaming, and I have dreams for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. Stones are made for skipping, stories made to tell. Life is made for living. I pray you live it well. Learning comes from trying, so don't be afraid to lose. Songs are made for singing. I'll sing this one for you. May you never lose the wonder in your soul. May you always have a blanket for the cold. May the living light inside you be the compass as you go. May you always know you have my hand to hold. May the good Lord bless and keep you, fill you with His peace. His face will shine upon you, even as you sleep. Every day you're changing, sometimes I wish it wasn't true. Hearts are made for giving, I've given mine. Trees are made for climbing, days are made for sun, puddles are for jumping, fields are made to run, stars are made for counting, and for wishes